എന്നിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സൺസ്ക്രീൻ ഹായ് ഗായ്സ്, വെൽക്കം ടു യെറ്റ് അനദർ വീഡിയോ. ഇതൊരു ചെറിയ സ്കിൻ കെയർ പ്ലസ് മേക്കപ്പ് വീഡിയോ ആണ്. കുട്ടി സ്കിൻ കെയർ ചെയ്യുന്ന, ഞാനൊരു ഡെയിലി റൂട്ടീനിൽ ചെയ്യുന്ന, നൈറ്റിൽ പുറത്തൊക്കെ എവിടെയെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യുന്ന ഒരു സ്കിൻ കെയർ പ്ലസ് മേക്കപ്പ് ആണ് കാണിക്കുന്നത്. സോ ലെറ്റ്സ് ഗോ. പ്രോഡക്ട്സ് ഇതൊക്കെയാണ്. ആദ്യം നമ്മൾ ഈ റോസ് വാട്ടറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ജ്യൂസി കെമിസ്ട്രിയുടെ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതൊരു മസ്നീഡൊന്നും അല്ല, പക്ഷേ ഈ പ്രോഡക്റ്റ് നല്ലൊരു പ്രോഡക്റ്റാണ്. അതിനുശേഷം നമ്മൾ ഈ സ്റ്റെയിൽ മ്യൂസിൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഞാനൊരു 1 year ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല, നല്ലൊരു പ്രൊഡക്റ്റാണ്. എന്നിട്ട് നമ്മൾ സ്റ്റെയിൽ മ്യൂസിൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. ശേഷം പറ്റുന്നുണ്ടോ, ശേഷം ഈ മാക്കിൻ്റെ സ്ട്രോപ്പ് ക്രീം പരിപാടി കഴിഞ്ഞു. ഇതിനുള്ള സമയം ഇനി ഇല്ല, ഒന്നിനുള്ള സമയമില്ല. അയ്യോ, അവിടെ അലാം അടിച്ചിരിക്കുന്നു ഗൈസ്. അപ്പൊ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. അതിനുശേഷം ഇത് കിക്കോ മിലാനോയുടെ ഒരു ലിപ്സ്റ്റൈഡാണ്. അപ്പോൾ ഇത് ഷെയ്ഡിൻ്റെ പേരെന്തായിരുന്നു? ഇത് നല്ല അടിപൊളി ഷെയ്ഡാണ്. ഈ ഷെയ്ഡ് പിന്നെ ലിപ്പ് ഓയിലും വരുന്നുണ്ട്, ലിപ്സ്റ്റിക്കും ഉണ്ട്. അപ്പം ഇത് ലിപ്സ്റ്റിക്ക് ഇട്ടതിന് ശേഷം ലിപ്പ് ഓയിൽ ഞാൻ ഇതിപ്പോൾ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്. നല്ല ഷെയ്ഡല്ലേ, ഒരു ന്യൂഡ് ഷെയ്ഡാണ്. പിന്നെ ഇത്രയാണ് ഞാൻ ജസ്റ്റ് ബേസിക്കായിട്ട് മാത്രം പുറത്തോട്ട് പോകുമ്പോൾ മാത്രം ചെയ്യുന്ന ഒരു മേക്കപ്പ്. ഫൈനലി നമുക്ക് കണ്ണ് ജസ്റ്റ് ഒന്ന് എഴുതാം. അതിന് ഞാൻ ലാക്മേയുടെ കാജലാണ് യൂസ് ചെയ്യുന്നത്. സോ കണ്ണെഴുതാൻ ഞാൻ മിററിലേക്ക് നോക്കിക്കോട്ടെ. ഒത്തിരി ഞാൻ കരി പോലെ എഴുതൂല കേട്ടോ, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തോളൂ. റെഡി ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഇതുവരെ പരിപാടി നടന്നിട്ടില്ല. അപ്പം അത്രേ ഉള്ളൂ. ജസ്റ്റ് ഈ ഐബ്രോയ്ക്ക് ഞാൻ ബ്രൗൺ കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഐബ്രോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് എഴുതി കൊടുക്കാം. എനിക്ക് കുറച്ചിവിടെ കുറവുണ്ട് ഐബ്രോയുടെ ഭാഗം, അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് മാത്രം കൊടുക്കാം. ഓക്കെ, ഡൺ. പിന്നെ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഇത് ഞാൻ മസ്കാരയാണ്, ഞാൻ ഐക്കോണിക്കിൻ്റെ മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ നാട്ടിൽ നിന്ന് മേടിക്കുന്ന മസ്കാരയൊക്കെയാണ്. ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് മാത്രമാണ് ഞാൻ ഇവിടെ ദുബൈയിൽ നിന്ന് മേടിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാം നാട്ടിൽ നിന്നാണ്. ഒന്നാമത്തെ കാര്യം, ഞാൻ ഒരുപാട് മേക്കപ്പ് അങ്ങനെ യൂസ് ചെയ്യാറില്ല, സ്കിൻ കെയർ ചെയ്യാറുണ്ട്. മേക്കപ്പ് ഒന്ന് ഇടാൻ അറിയില്ല, നന്നായിട്ട് എങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്യണം എന്നൊന്നും അറിയാത്തത് കൊണ്ടാണ് ഞാൻ അതിനുള്ള പരീക്ഷണത്തിന് ഞാൻ പോവാത്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഒരു മേക്കപ്പ് ലുക്ക്. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് കൊള്ളാമോ? എൻ്റെ സ്കിന്നിൻ്റെ കളറൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണെന്നുള്ള വീഡിയോ ഞാൻ ഇത്തിരി മേക്കപ്പായിട്ട് ചെയ്യുന്ന ഒരെണ്ണം എന്ന് പറയുന്നത് സൺഡേ ആണ്. മേക്കപ്പായിട്ട് ഇച്ചിരി പുറത്തൊക്കെ പകൽ പോകുമ്പോൾ ഫൗണ്ടേഷനോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് ചെയ്യുന്നത്. അല്ലാത്തപ്പോൾ ഞാൻ എപ്പോൾ പോയാലും പുറത്തോട്ട് വെറുതെ ഒന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലി ചെയ്യുന്നത് ഇത്രയും സ്റ്റെപ്പുകളാണ്. ഇതിൻ്റെ കൂടെ മോയ്സ്ചറൈസറോട് യൂസ് ചെയ്യാറുണ്ട്. അത് ഞാൻ പിന്നീട് വേറൊരു വീഡിയോ ആയിട്ട് കുറച്ചുകൂടി നന്നായിട്ട് കാണിച്ചു തരാം. ഇപ്പം കൊണ്ടാണ് വരുന്നത് എൻ്റെ മേക്കപ്പ് പൗച്ചിലിടാൻ. നമ്മളൊന്ന് ജസ്റ്റ് പുറത്തേക്ക് പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ സിമ്പിൾ മേക്കപ്പ്. അമ്മയ്ക്ക് മേക്കപ്പ് ചെയ്യാമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ. ശേഷം സിറ്റി സെന്റർ നിർത്തിയിട്ടില്ല, പപ്പാറോട്ടിയിലേക്ക് വന്നതാണ്. ഇതൊരു കുട്ടി വ്ളോഗാണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ഇൻക്ലൂഡ് ചെയ്യണം, കുറച്ച് ഫുട്ടേജസ് ഒക്കെ എടുക്കണമെന്ന് വിചാരിക്കും, പക്ഷെ ഒന്നും നടക്കാറില്ല. അവിടെ നല്ല വൈബാണ്. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.